ഇപ്പോൾ കിട്ടിയ ഒരു സുപ്രധാന വാർത്തയിലേക്ക് കടക്കുകയാണ്. കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം. കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞത്. 25ഓളം പേർ വള്ളത്തിലുണ്ടായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയതായാണ് വിവരം. സനോജ് സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. സനോജ്, എപ്പോഴായിരുന്നു ഈ ഒരു അപകടം? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 2 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് എന്നതാണ് നമുക്ക് ലഭിച്ച പ്രാഥമിക വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ കോട്ടയത്തു നിന്നും ഈ വൈക്കം കാട്ടിക്കുന്നിൽ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അത് പ്രകാരം നമുക്ക് ലഭിച്ച വിവരം, അവിടെ ഒരു മരണം സംഭവിച്ചിരുന്നു. ഒരു പെൺകുട്ടി ഇന്നലെ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മരണ വീട്ടിൽ വന്ന ആളുകൾ തിരിച്ച് മടങ്ങുന്നത് വഴി വള്ളത്തിൽ പോവുകയായിരുന്നു. ഈ വള്ളത്തിൽ പോകുന്നതിനിടയിൽ ഈ വൈക്കത്ത് ഈ അപകടമുണ്ടായ പ്രദേശം എന്ന് പറയപ്പെടുന്നത് പുഴയും കായലും സംഗമിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് പലപ്പോഴും വലിയ തോതിലുള്ള ചുഴിയും ശക്തമായ കാറ്റും ഉണ്ടാവാറുണ്ട്. ഈ കാറ്റിൽ വള്ളം മറിയുകയായിരുന്നു. വള്ളം അപകടത്തിൽപ്പെടുമ്പോൾ 25-നും 30-നും ഇടയ്ക്ക് ആളുകൾ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ആളുകൾ നൽകിയിട്ടുള്ള വിവരം. അങ്ങനെ വള്ളം മറിഞ്ഞ മുഴുവൻ ആളുകളും വെള്ളത്തിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഇവരെ ഓടിക്കു നാട്ടുകാരും ഒപ്പം നീന്തൽ അറിയാവുന്ന കുറച്ച് ആളുകളും ഈ വള്ളത്തിലുണ്ടായിരുന്നു. അവരെല്ലാം കൂടി സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഒരാളെ കാണാനില്ല എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും ഒരാളെ കാണാൻ വേണ്ടി കണ്ടെത്തിയിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ കൂടിയും ആളുകൾ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മുഴുവൻ ആളുകളെയും, അതായത് ഈ ഒരാളൊഴികെ ബാക്കിയുള്ള എല്ലാവരെയും കരയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. എന്തായാലും വലിയൊരു ദുരന്തമായിരുന്നു. നാട്ടുകാരുടെയൊക്കെ സംയുക്തമായ ഇടപെടലിന്റെ ഭാഗമായി അത് ഒഴിവായിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വാർത്തകൾ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അതായത് സനോജ്, മനസ്സിലാക്കുന്നത് 30 പേരുണ്ടായിരുന്ന വള്ളമാണ്. അതിൽ നിന്ന് ഒരാളെ കാണാതായിരിക്കുന്നു. ബാക്കി മുഴുവൻ ആളുകളെ, അതായത് 29 പേരെയും രക്ഷപ്പെടുത്തി. ഈ കാണാതായ ആളിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അറിയാമോ? അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ഈ സംഭവം അറിഞ്ഞ ഒരു മണിക്കൂറിലേറെ സമയമെടുത്തെങ്കിലേ ഈ സംഭവ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ആളുകളെ വിളിച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ദേശാഭിമാനി റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ അടുത്തുനിന്ന് ലഭിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിൽ 25-30 ഇടയിൽ ആളുകൾ ഉണ്ടായിരുന്നു. പുഴയും കായലും സംഗമിക്കുന്ന ഒരു പ്രദേശം. അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രദേശങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് വലിയ തോതിലുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആഴമുണ്ട്. നീന്തൽ അറിയാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം ഈ വള്ളത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, വള്ളത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകളിൽ പലർക്കും നീന്തൽ അറിയാവുന്നവരുണ്ടായിരുന്നു, നീന്തൽ അറിയാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെ അപകടത്തിൽപ്പെട്ട് വള്ളം മറിയുമ്പോൾ ഈ വള്ളത്തിൽ 25-നും 30-നും ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളൊക്കെ തന്നെ സ്വയം രക്ഷപ്പെടുകയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഒരാളെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള സങ്കടകരമായ വാർത്ത ലഭിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. എങ്കിലും വലിയൊരു ദുരന്തമായി മാറേണ്ടതായിരുന്നു. നാട്ടുകാരുടെയും പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെയും ഒക്കെ സംയോജിതമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വള്ളത്തിലുണ്ടായിരുന്ന ആളുകളെ കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത തുടരുക. ഇപ്പോൾ വൈക്കം MLA CK ആശ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി CK ആശ, ഈ അപകടം സംബന്ധിച്ച് പുറത്തേക്ക് വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 30 പേരുണ്ടായിരുന്ന ഒരു വള്ളമാണ് മറിഞ്ഞത്. 29 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ വെള്ളത്തിൽ മുങ്ങിയതായാണ് വിവരം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഏത് നിലയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? അവിടെ നാട്ടുകാർ തന്നെ ആദ്യം എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയേറെ പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഒരു മരണ വീട്ടിൽ നിന്ന് പോയൊരു ബോട്ടാണ്. അപ്പം മരണ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി. ഇപ്പൊ പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ റെസ്ക്യൂ ബോട്ട് ഉൾപ്പെടെയുള്ളവ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതായത് നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും പോലീസും ഫയർഫോഴ്സും എന്നാണ് മനസ്സിലാക്കേണ്ടത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതെ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണോ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്? മരണ വീട്ടിലേക്ക് പോയതാണ് ഈ ആളുകളെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാലാവസ്ഥ മോശമായതായിരിക്കാമോ, അല്ലെങ്കിൽ വള്ളത്തിൽ അധികവും ആളുകൾ കൂടിയതുകൊണ്ടാണോ ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്? കാലാവസ്ഥ ഇന്നിപ്പോ ശക്തമായ മഴയോ കാറ്റോ ഇല്ല.
പിന്നെ മറ്റെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ ഇപ്പോ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കൂടുതൽ അന്വേഷിച്ചറിയണം. എന്നാലും ഇന്നലത്തെ പോലെയുള്ള ഒരു അന്തരീക്ഷം അല്ല ഇന്ന്. കാറ്റോ മഴയോ ശക്തമായിട്ടില്ല ഇവിടെ. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നതായാണല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ അതെ അതെ, തിരച്ചിൽ തുടരുന്നു. ശരി ശരി ശരി, നന്ദി CK ആശ. സനോജ് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സനോജ്, രക്ഷാപ്രവർത്തനം മികച്ച നിലയിൽ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂബ ടീം, മുങ്ങൽ വിദഗ്ധർ എല്ലാവരും തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സനോജിന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെയാണ് കാണാതായിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചിലരുടെ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരമുള്ള ആളുകളെ പ്രാഥമിക ചികിത്സയ്ക്കായി വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ കാണാതായി എന്ന് പറയപ്പെടുന്ന ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ഫയർഫോഴ്സിന്റെയും മറ്റ് മുങ്ങൽ വിദഗ്ധരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ആഴമുള്ള ഇടമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയും കായലും സംഗമിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും വലിയ കാറ്റ് അനുഭവപ്പെടാറുണ്ട്. ശക്തമായ ചുഴി അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ വള്ളത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായ കാറ്റിലോ അല്ലെങ്കിൽ ചുഴിയിലോ പെട്ട ഈ വള്ളം മറിയാനിടയായ സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വള്ളം മറിഞ്ഞതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത്. എന്തായാലും വളരെ ആശ്വാസകരമെന്ന് പറയപ്പെടുന്നത് ഈ ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒരാളൊഴികെ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വള്ളത്തിൽ സഞ്ചരിച്ച ആളുകളാണ് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാരെ, പ്രത്യേകിച്ച് ഈ വൈക്കം ഈ കായൽ പ്രദേശമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ആളുകൾക്കെല്ലാം ഈ നീന്തൽ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെ വള്ളം മറിഞ്ഞുവെന്നറിഞ്ഞ ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടുന്നു. ഒപ്പം തന്നെ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾക്കും നല്ല നിലയിൽ നീന്തൽ അറിയാവുന്ന ആളുകളായിരുന്നു. അവരൊക്കെ നടത്തിയ സംയുക്തമായ ഇടപെടലിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ഒടുവിലാണ് ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്തായാലും ഒരാളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ആളെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് അറിയുന്നു, പോലീസ് അറിയുന്നു, മറ്റ് രക്ഷാപ്രവർത്തകരൊക്കെ അറിഞ്ഞു. അവർ ഉടൻ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. ആ ഓടിയെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ സംയുക്തമായി തെരച്ചിൽ നടത്തുകയാണ്. ഈ കാണാതായ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ ഈ മുൻപ് MLA പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത അതിശക്തമായ മഴ. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ മുതൽ തന്നെ മഴയൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ശക്തമായ നീരൊഴുക്ക്, അടിയൊഴുക്കുണ്ട് ആ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്ന് വേണം കരുതാൻ. കാരണം മാത്രമല്ല, ഈ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ലഭിച്ച പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അത് ഔദ്യോഗികമല്ല, അനൌദ്യോഗികമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എന്തെങ്കിലും സാധ്യതകൾ ഈ അപകടത്തിന്റെ പേരിൽ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ രീതിയിൽ ബന്ധപ്പെട്ട അധികാരികളാണ് പറയേണ്ടത്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്.